ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നേ ഒരു ഉപ്പിലിട്ടതും പിന്നെ ഒരു അച്ചാറുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാന്താരിയും കൊച്ചുള്ളിയും ചേർന്നുള്ള ഒരു ഉപ്പിലിട്ടതും പിന്നെ ക്യാരറ്റും പാവക്കയും കൊണ്ടുള്ള ഒരു അച്ചാറുമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല വേനലായിരുന്നുകൊണ്ട് തന്നെ ഈ കാന്താരി എല്ലാം ഇങ്ങനെ പഴുത്തു പോവുകയാണേ. അപ്പോൾ ഞാനിവിടെ കുറേ കാന്താരി പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കാന്താരി കൊണ്ട് ഉപ്പിലിടാനായിട്ട് നോക്കാം. അച്ചാറിലും ഞാൻ ഈ കാന്താരി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം കാന്താരിയും ചുവന്നുള്ളിയും കൂടിയുള്ള ഉപ്പിലിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു 250 ഗ്രാം ചുവന്നുള്ളിയും 150 ഗ്രാം കാന്താരിയും എടുത്തു വെച്ചിട്ടുണ്ട്. കാന്താരി ഞെട്ടൊക്കെ കളഞ്ഞ് നമ്മളിവിടെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി തൊലിയൊക്കെ കളഞ്ഞ് അതൊന്ന് പകുതിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയൊരു കഷ്ണം നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് പ്രധാനമായിട്ടും വേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട, പിന്നെ ഒരു 10 കുരുമുളക് ചതച്ചത്, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ നമുക്ക് ഉപ്പും വിനാഗിരിയും ചെറു ചൂടുള്ള വെള്ളവും കൂടെ വേണം. ഞാനിതൊരു ഭരണിയിലാണ് ഇടാൻ പോകുന്നത്. പക്ഷെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായി ഒരു ട്രാൻസ്പെറൻറ്റ് പാത്രത്തിലേക്ക് ഇട്ട് നോക്കാം. ആദ്യം തന്നെ ആ പാത്രം എടുത്തിട്ട് അതിലേക്ക് ആ കുരുമുളകാണ് ഞാനിപ്പോൾ ഇട്ടത്. അതിനോടൊപ്പം തന്നെ ആ കറുവാപ്പട്ടയുടെ ഒരു ഇഞ്ച് കഷ്ണം ഇടുന്നു. ഇനി അതിലേക്ക് നമ്മൾ കുഞ്ഞായി അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ടാണ് ഇടുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നെടുകെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ചുവന്നുള്ളി കൂടി ചേർക്കുവാണേ. ഉള്ളിയുടെ മുകളിലേക്ക് നമ്മളിതാ കാന്താരി കൂടെ ചേർക്കുവാണ്. കാന്താരിയൊക്കെ കണ്ടോ, ഒത്തിരി പഴുത്ത് പോയി. ഇത് വെള്ളക്കാന്താരിയാണ്, പക്ഷെ അത് പഴുത്ത് ഈ ഒരു കളറിലേക്ക് മാറിയതാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഞാൻ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുവാണ്. ഇപ്പോൾ ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ ഒഴിക്കുവാണ്. ഇനി ഒരു 2.5 ടീസ്പൂണോളം വിനാഗിരി കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആ പാത്രം ഒന്ന് കുലുക്കിയിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുവാണ്. ഇതൊരു 2-3 ദിവസത്തിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ ക്യാരറ്റും പാവക്കയും ചേർത്തുള്ള അച്ചാറുണ്ടാക്കാൻ ആവശ്യമുള്ളത് എടുത്തു വെച്ചിട്ടുണ്ട്. ക്യാരറ്റുണ്ട്, പാവക്കയുണ്ട്, കറിവേപ്പില, പിന്നെ പച്ചമുളക് മതിയായിരുന്നു. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഈ ഒരു രീതിയിൽ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാവക്കയും ക്യാരറ്റും ഒക്കെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാന്താരി നെടുകെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിളർന്ന് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നല്ലെണ്ണയാണ് ചേർക്കുന്നത്. ഈ നല്ലെണ്ണ ഒരു 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കടുകിട്ട് പൊട്ടിക്കുവാണ്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കറിവേപ്പില ചേർക്കുന്നു. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നു.
ഇനി ഇതിലേക്ക് നമ്മൾ കാന്താരി മുളക് നമ്മൾ നെടുകെ പിളർന്ന് വെച്ചിരുന്നത് ഇതിലേക്ക് ചേർക്കുവാണ്. ആ സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതിലേക്ക് നമ്മൾ ആ ക്യാരറ്റും പാവയ്ക്കയും അരിഞ്ഞു വെച്ചിരുന്നത് കൂടി ചേർക്കുവാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് നല്ല രീതിയിലൊന്ന് കരികരിപ്പായിട്ട് ഫ്രൈ ആയിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന 2.5 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കുന്നു. 2.5-3 ടീസ്പൂണോളം ചേർക്കാം. എനിക്ക് ആദ്യം കുറച്ച് പുളി കുറവായിട്ട് തോന്നിയിട്ട് ഞാൻ വീണ്ടും 1/2 ടീസ്പൂൺ കൂടെ ചേർത്തിരുന്നു. ഉപ്പും പുളിയെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ കുറച്ചൊരു പഞ്ചസാര കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്നും കൂടി തിളച്ചിങ്ങനെ വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. തണുക്കുമ്പോൾ നമുക്കത് പാത്രത്തിലാക്കി അടച്ചു വയ്ക്കാം. നല്ല ടേസ്റ്റിയായ ക്യാരറ്റ് പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്.